അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ, അഭിനന്ദനങ്ങൾ. ആദ്യം പ്രോസിക്യൂഷൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ശരിവെച്ചു. 4 പ്രധാനപ്പെട്ട ശാസ്ത്രീയ തെളിവുകൾ പ്രധാനമാണെന്ന് കണ്ടെത്തി. ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമായ കേസെന്ന് പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി പൂർണ്ണമായും ശരിവച്ചിരിക്കുന്നു. വധശിക്ഷയും ശരിവച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ചിലരെങ്കിലും പറയുന്നു. ഒറ്റയ്ക്കാണോ ഈ പ്രതി കുറ്റകൃത്യം നിർവഹിച്ചത്? എന്തായിരുന്നു പ്രധാനപ്പെട്ട മോട്ടീവ്? ലൈംഗികാതിക്രമം മാത്രമായിരുന്നു? ഈ പ്രതി അമീറുൽ ഇസ്ലാമിന് പൂർവ്വ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതും ഈ കേസിലെ ഒരു പ്രതികൂല ഘടകമല്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലകുറി നമ്മൾ കേട്ടതാണ്. എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണോ ഇന്ന് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വിധി? അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണൻ. അഭിനന്ദനങ്ങൾക്ക് നന്ദി. എനിക്ക് മാത്രമുള്ള ഒരു സംഗതിയല്ല ഇത്. ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത ഒരു കൊലപാതകമായി തുടങ്ങിയ ഒരു കേസാണത്. ആ കേസിൽ ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച ഉദ്യോഗസ്ഥന്മാരും പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്തിച്ചേർന്ന അന്വേഷണ സംഘവും തുടർന്ന് ഈ കേസിൽ അഹോരാത്രം പണിയെടുത്ത ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ADGP ശ്രീമതി B. സന്ധ്യയുടെ നേതൃത്വത്തിൽ ശ്രീ S. ശശിധരൻ ഉൾപ്പെടുന്ന ടീം വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഇത്രയും നല്ല ഒരു കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നത്. അവർ ശേഖരിച്ച തെളിവുകൾ, ആ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളും മറ്റ് സാഹചര്യ തെളിവുകളും കോടതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിലല്ല എൻ്റെ ജോലി. അത് ഞാൻ എൻ്റെ കഴിവിനൊത്ത് പരമാവധി നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ട്രയൽ കോർട്ടിലും ഞാൻ തന്നെയാണ് കേസ് നടത്തിയത്. ട്രയൽ കോർട്ടിലെ വിധി, വധശിക്ഷ പ്രതിക്ക് നൽകിക്കൊണ്ടുള്ള വിധി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുകയാണ്. ന്യായത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി അങ്ങ് കോടതിയിൽ വാദിച്ചത് എന്തായിരുന്നു? എന്താണ് കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ഈ വന്യതയാണോ പ്രധാനമായിട്ടും കോടതി കണക്കിലെടുത്തിരിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കേസ്, നിർഭയ കേസിന് അപ്പുറത്തേക്ക് ഇത് പെരുമ്പാവൂരിലെ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡിൽ, നമ്മുടെ ബ്രോഡ് ഡേ ലൈറ്റിൽ, അതായത് പട്ടാപ്പകൽ ഒരു നിയമ വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിക്ക് ഏറ്റ അതിക്രൂരമായ ഒരു പീഡനമാണ് ഈ കേസ്. അവരെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും റേപ്പിന് ശേഷം കൊലപ്പെടുത്തുകയും അതിക്രൂരമായി 38 മുറിവുകൾ. ആ 38 മുറിവുകളിൽ അവരുടെ കഴുത്തിലുള്ള മുറിവുകൾ, വയറ്റത്തുള്ള മുറിവുകൾ, അവസാനം അവരുടെ വജീനയിൽ ഉള്ള ഒരു മുറിവ്. ആ മുറിവിലൂടെ അവരുടെ ആന്തരിക അവയവം പുറത്തു വന്ന് അതിക്രൂരമായ രീതിയിൽ, ഏറ്റവും പൈശാചികമായ രീതിയിലുള്ളൊരു കൊലപാതകമായത്. അതിനൊരു കാരണമാണ്. ഈ റയറസ്റ്റ് ഓഫ് ദി റയർ കേസിലേക്ക് വരാനുള്ളൊരു കാരണം ആ മുറിവുകളൊരു പ്രധാന കാര്യമാണ്. പിന്നെ അവർ അൺഡിഫൻഡഡ് ആയിരുന്നു. അവർ വളരെ യാതൊരു ആയുധങ്ങളുമില്ലാതെ നിരായുധയായിട്ട് നിരാലംബയായി നിൽക്കുന്നൊരു പെൺകുട്ടി അവർ ഒരു ബ്രോഡ് ഡേ ലൈറ്റിൽ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അത് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് മാറുന്നു. അതിലെ ഒരു ഇഞ്ചുറി നമ്പർ 31 ഉണ്ട്. 31ാമത്തെ ഇഞ്ചുറിയാണ് അവരെ ജനറ്റലിലുള്ള ഇഞ്ചുറി. അത് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കേസിൽ അത്രമാത്രം. നിർഭയ കേസിലുണ്ട്. നിർഭയ കേസിൽ ഒരു കൂട്ടബലാത്സംഗമാണ്. ഇത് ഒറ്റയ്ക്കൊരാൾ ഈ എല്ലാ കഴിഞ്ഞിട്ട് അവസാനം അവരുടെ വിജയനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ മുറിവ് അത്രമാത്രം ക്രൂരവും ബീഭത്സവും ഭീകരവുമായ ഒരു മുറിവ്. ആ മുറിവ് ഇതൊരു റയറസ്റ്റ് ഓഫ് ദി റയർ കേസിലേക്ക് വരാനുള്ളൊരു കാരണമാണ്. പിന്നെ ഈ പെൺകുട്ടി നിരാലംബയാണ്. അവരുടെ ഭാഗത്തുനിന്നൊരു പ്രൊവോക്കേഷനില്ല, യാതൊന്നുമില്ല. അത്തരം ഒരു കേസിലാണത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസായിട്ട് കോടതി പരിഗണിക്കുന്നത്. Debate with Arun Kumar.